ഇപ്പൊ തൽക്കാലം നിന്റെ മാത്രം കഴിവ് നമുക്ക് അത് പറ്റൂല അത് പറ്റൂല അത് വേറെ എന്തെങ്കിലും കഴിവില്ല കഴിവില്ലാത്തോണ്ടല്ലേ കഴിവ് ഉണ്ടായിരുന്നെ ഞാൻ ചെയ്യൂലേ എടാ ബാറ്റ് ഉണ്ടോ ബാറ്റ്മാൻ ഉണ്ടോ ബാറ്റ്മാൻ ബാറ്റ്മാൻ ഇവന്റെ ശിക്ഷ നിന്റെ ഒരു പാട്ടാണ് അവനിക്കുള്ള ശിക്ഷ എടാ അന്ന് പോയ ഇംഗ്ലീഷ് പാട്ടില്ലേ നമ്മളന്ന് മറ്റേ അതാണ് ഇവനിക്കുള്ള ശിക്ഷ ബാറ്റ് ഫണ്ടിക്ക് മറ്റേതൊക്കെ പറയോ വേറെ ഇംഗ്ലീഷ് പാട്ട് ഞാൻ പഠിച്ചു നിന്റെ ബെസ്റ്റ് സൈറ്റ് എടുത്തോ ആ സൈറ്റിലാണ് ഞാൻ മെയിൻ ആ സൈറ്റ് വേണ്ട ആ സൈറ്റ് വേണ്ട ബിലീവറിന്റെ പാടാളി അത് നല്ലത് അതാ പടമായി ഇതിലും വലിയ ശിക്ഷ കിട്ടാനടാ ഇത് ശിക്ഷയാണ് പിന്നെ അത് വൈകാതെ മനസ്സിലായിക്കോളൂ ശിക്ഷയാണോ ഹലോ ആ കേൾക്കുന്നുണ്ടല്ലോ കേൾക്കാം ഹലോ ഹലോ ആ അത് തുടങ്ങാനേ ഉള്ളൂ റെഡിയാക്കും മൈക്കൊക്കെ റെഡിയാക്കും മൈക്കൊക്കെ ലിറിക്സ് തെറ്റി കറക്റ്റ് ആണല്ലോ ഫ്ലഫിക്ക് ബാനില്ല ഫ്ലഫിക്ക് ബാനില്ലല്ലോ ഞാൻ പാട്ട് പാടി താങ്ങൂല അതുകൊണ്ട് പാടുന്നില്ല നിങ്ങൾ നാലിച്ചൊക്കെ എന്റെ സൗണ്ടിൽ പാട്ട് ഭയാനത് Second thing, don't you tell me what you I am the master of my CEO. The master of CEO. Taking my finger, checkul masaking mother. Thanks. ബാക്കി നെറ്റില്ല ഫോൺ സെക്കായി ഒരു മിനിറ്റ് എടാ ബാക്കിയല്ലേ മെയിൻ വരി ബാക്കി അത് ലോഡ് ആവുന്നില്ല മെന്റലി ടോർച്ചർ ഇല്ലടാ കൂടെ മാറി കഴിഞ്ഞിട്ട് എനിക്കൊന്നും കേട്ടൂടാ ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ച് എടാ വേറെ അവര് ഇതായത് എടാ അയ്യോ ഐഡിലാന്ന് കാണിക്കുന്നില്ല ഫുഡുണ്ട് ഒരു ഹോസ്റ്റേജിനെ ഹാൻഡിൽ ചെയ്യല്ലേ നമ്മള് വാസ്കോ ഞാനല്ല വിളിച്ചേ ഞാൻ മിണ്ടിട്ടില്ല ഞാൻ ഒരു കാര്യം ഇവനൊരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് എന്നിട്ട് ഇവന്മാരിങ്ങനെ ചെയ്യുന്നതിന് ഇവിടെ ഇന്നലെ ആണെങ്കിൽ മുത്തേ ഞാൻ യൂട്യൂബിൽ നിന്ന് കിക്കിലോട്ട് പോയായിരുന്നതാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മൊയില് ഒന്നും എന്നോട് വരോ മാസം കറലി ഒരു പണിയേ ഉള്ളൂ അഭിഷേക് ഉണ്ട് അല്ലേ ഞാൻ പറയാം അപ്പൊ അവൻ ഗ്യാങ് മെമ്പർ അങ്ങനത്തെ മെമ്പർ ഗ്യാങ് ഇല്ല അപ്പൊ ഞാൻ കണ്ടിഷേക്ക് ഉണ്ട് അപ്പൊ അങ്ങനത്തെ മെമ്പറില്ല കണ്ടികള് നിങ്ങളുടെ കൂട്ടത്തിൽ അയക്കുന്നു പറയേണ്ട ആവശ്യം
അതാണ് ആവശ്യമല്ല. ഫുഡ് വേണ്ടോ? വരാനാ ചോദ്യത്തിന് ഉത്തരം ഇല്ലാന്ന് അറിയാം. എന്താ അതും ഒരു ചോദ്യമാണല്ലോ. ഹോസ്പിറ്റലിൽ എന്താ ചെയ്യണ്ടേന്ന് കണ്ടോ? അയ്യോ അയ്യോ സുഖാണോടാ? പിന്നെ സുഖം. നീ എങ്ങനെ വന്ന് പെട്ടതില്? എടാ ഞാൻ ഇതൊന്നും അറിയുന്നില്ല വാസ്കോ. ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇന്നലെ വൈകുന്നേരം അറിഞ്ഞു. ഇല്ല എനിക്ക് ഇന്നലെ അളിയാ നല്ല ബാഡാ കളിയാ. ഒന്നും തോന്നരുത്. നല്ല ബാഡാ. നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെറിയൊരു കൊണ വന്ന് ഞാൻ പ്രതീക്ഷയില്ല. ചെറിയ രീതിയിൽ കൊണച്ചേരി ഞാനുണ്ട്. ഞാൻ പറട്ടെ, നമ്മൾ അവരോടുള്ള റേഞ്ചിലാണ് കൊടുക്കുന്നത്, മനസ്സിലായി? അത് മനസ്സിലായടാ. പക്ഷെ ഞാൻ നിങ്ങളുടെ നടക്കുമ്പോ ഞാൻ ഇവന്റെ അടുത്ത് പോലും ഞാൻ ഇവന്റെ അടുത്ത് ചോദിക്കാറുണ്ട് പ്രശ്നം ഉണ്ടോന്നുള്ള രീതിയിൽ ഫ്ലഫി ഞാൻ പറഞ്ഞുതരാം. എന്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞു. എടാ ഇന്നത്തെ സംഭവം എന്താ അറിയോ? ഈ സിറ്റുവേഷന് ഒന്നാമത്തെ കേസ് പറഞ്ഞാല് ആ സിറ്റുവേഷൻ അവിടെ എല്ലാരും ട്രിഗറിൽ നിൽക്കുക. നീ വന്ന് പെട്ടുപോയതാ. നീ ഞങ്ങളെ മുന്നേ വന്ന് പെട്ടുപോയതാ. നീ MRC ആയിട്ട് ഞങ്ങൾക്ക് എടുക്കാതിരിക്കാനും പറ്റത്തില്ല. ബട്ട് നീ ആയിട്ട് എനിക്കൊന്നും പറയാനും പറ്റില്ല. ആ രീതിയിൽ മനസ്സിലായോ? ഇപ്പൊ ഇന്നിപ്പോ ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും വേണ്ടില്ലല്ലോ ഇവിടെ നിന്ന്. ഇന്നലെ ഞാൻ മനസ്സിലായി. ഇന്നലെ നിങ്ങളായതുകൊണ്ട് എന്നിട്ട് ഞാൻ കൊറേ പിടിച്ചിന്ന് കൊണക്കണ്ട തിരിച്ച് കൊണക്കണ്ട. തിരിച്ചൊന്നും പറയാൻ അതുകൊണ്ടാടാ. മനസ്സിലായോ? പിന്നെ അറിയാലോ ഫ്ലഫിനെ നമുക്ക് മനസ്സിലായോ? അല്ലല്ല ഇവിടെ വെച്ചാൽ ഞാൻ MRC ഉള്ള ഒരുത്തരം എങ്ങനെ ഞാൻ സംസാരിക്കാറ്. എനിക്കറിയാലോ എങ്ങനെ സംസാരിക്കാറ്. ഞാൻ മനസ്സിലാക്കുമല്ലോ. അവര് മറ്റേ സംഘാടന സെറ്റപ്പ് കണ്ടോ? അവിടെ നിന്നിട്ട് സംസാരിക്കുന്നത് ജോണിയാമ്മനും കാർലോ ഇറ്റ് മാത്രമാണ്. ഹലോ കേക്കാവോ? ഹലോ പോയി നമ്മള് വെയിറ്റ് ചെയ്യാം. ഇക്രുന്റെ കറണ്ട് പോയിട്ടാണുള്ളത്. പറഞ്ഞോ കേക്കോ കാർലോ? കാരണം അവന് കറണ്ട് പോയിട്ടുള്ളത്. കറക്റ്റ് ഇവിടെ എത്തുമ്പോ തന്നെ കറണ്ട് ഇല്ല എന്റെ പോയിട്ടില്ല. ഇത് സ്പീഡോ? നീ ആരൊക്കെ വിളിച്ചായിരുന്നേ? ഇപ്പുറത്തെ വണ്ടിയുടെ ബാക്ക് അത് പ്രണവ്. നീ പറഞ്ഞാകോ കുറുപ്പിന് പേരിലൊന്ന് കത്തിക്കാം. അവനൊരു 15 സെക്കൻഡ് പെട്ടെന്ന് പറഞ്ഞേ. ലീഡർ അവിടെ പോയി. നമുക്ക് 20 10-20 നമുക്ക് ഇതുണ്ട്. പെട്ടെന്ന് എന്തോ കാരണം ലീഡർ പോയി കുറച്ച് ദിവസമായില്ല കണ്ടിട്ട്. ആരുടെ? നമ്മുടെ ലീഡറോ? അല്ലാണ്ട് ലീഡറോടെ പോയെന്ന് പറഞ്ഞു. എന്നെ റേഡിയോ ആരെങ്കിലും വിളിച്ചായിരുന്നാടാ?
ഒരു ബണ്ണ് മേടിക്കണം എന്തായാലും ബണ്ണ്. ഷെയ്ക്ക് എവിടെ പോയി? ഷെയ്ക്ക് ഷെയ്ക്ക് എനിക്ക് തോന്നുന്നു എന്തോ ഒരു ആവശ്യത്തിന് പോയത്. ആവശ്യം എന്താന്ന് എന്റെ അടുത്തും പറഞ്ഞില്ല. ഇതുവരെ വാർക്കപ്പണി കഴിഞ്ഞില്ലേ? ഇല്ല നമ്മള് ഒരു കുറച്ച് കുറച്ച് ക്ലോക്കിന്റെ പണി നടന്നോണ്ടിരിക്കുകയാണ് വീടിന്റെ അകത്ത്. വീടിന്റെ ക്ലോക്കിന്റെ അല്ലേ? ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ വണ്ടി വിഷയാട്ടോ. ഏതാ? സുൽത്താൻ. താങ്ക് യു ബ്രോ. ഇന്നലെ എന്റെ തലയ്ക്ക് 10-20 ആയി. 20 എന്തിന്റെ ഇതിലാണ് നല്ല ഗ്യാങ്സിന്റെ അകത്തേക്ക് വണ്ടി ഇടിച്ച് കയറ്റാൻ ശ്രമിച്ചത്? ആ ലോജിക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നിങ്ങളുടെ മാസ്റ്റർ ബ്രാൻഡ് മറ്റേ ആ മാസ്റ്റർ ബ്രെയിൻ ആരായിരുന്നു? താങ്ക് യു സോ മച്ച്. എന്റെ മൂഡ് ഒട്ടും ശരിയല്ല. കുറുപ്പേ നിന്റെ ബുദ്ധിയാണോ കുറുപ്പേ? ഞാൻ ഇങ്ങനെ ഒരു കുറുപ്പേ കേൾക്കണ്ടോ? പരിശീലനമായിട്ട് വിളിക്കത്തില്ല. കുറുപ്പിന്റെ ബുദ്ധിയാണോ? അല്ലല്ല താങ്ക് യു. നിനക്ക് തലയിൽ തലച്ചോറില്ല, പൊതിച്ചോറാണെന്ന് നിനക്ക് അറിയാം. ഉണ്ട് ബ്രോ. ഹലോ ഒന്നും ഇല്ലടാ, ഒന്നുമില്ല, ഒരു മൂടില്ല. ഓക്കെയാണ് അങ്ങനെ സീനൊന്നും ഇല്ല. പക്ഷെ മൂടില്ല. എന്നെ ലൈവ് ഇടണമല്ലോ. സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ മാക്ക് ലൈവ് വന്നിട്ടുണ്ടോ? കേട്ടില്ല. ആരോട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണോ? ഒത്തിരി ഇഷ്ടം. സബ് ചെയ്യണമെങ്കിൽ സബ് ചെയ്യാം, സബ് ചെയ്യണമെങ്കിൽ ചെയ്യണ്ട, അൺസബ് ചെയ്യണമെങ്കിൽ അൺസബ് ചെയ്യാം. എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. പതുക്കെ എടാ അങ്ങനെ അണ്ണാക്കി മറ്റേ പിരിവെട്ടി പറയേണ്ട ആവശ്യമില്ല. മര്യാദ പറയാൻ പറ്റി പറഞ്ഞത്. ഇത്ര എങ്ങനെയാണ് സംസാരിച്ചുള്ളത്? മര്യാദക്ക് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞത്. മര്യാദക്ക് പറയാൻ പറ്റും പറഞ്ഞോ. അല്ലെങ്കിൽ നമുക്ക് ഹോസ്റ്റേജിനെ ഇല്ലെങ്കിൽ നമുക്ക് ഹോസ്റ്റേജിനെ വരേണ്ട ആവശ്യമില്ല. അവരുടെ സൗണ്ട് അങ്ങനെ ആയി പോയത് ഒരു എടാ ഡേവിലെ നിർത്ത്. എന്താണ് നിങ്ങൾക്ക് സോറി കിട്ടിയില്ലേ? പ്ലീസ് വാട്ട് ഇസ് ദിസ് കാർലോ? എടാ ഒരു കാര്യം പറ്റേ. എടാ ഇങ്ങനെ ഒരുമാതിരി മറ്റേ രണ്ട് വർത്താനം പറയാം. ഇത്ര നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞു. 5 മിനിറ്റ് പിന്നെ 10 സെക്കൻഡ് ഓരോ വർത്താനം, അത് കഴിഞ്ഞ് പിന്നെ വേറെ വർത്താനം. ഇങ്ങനെ അമ്പി കളിക്കാൻ നിൽക്കല്ലേ. നിങ്ങളെ മറ്റേ തലച്ചോറിനെ ഇങ്ങനെ പാരമ്പര്യം മറ്റേ തറവാട് വർത്താനം പറയാൻ നിൽക്കല്ലേ. മര്യാദക്ക് വർത്താനം പറ. നിങ്ങളുടെ ഹോസ്റ്റേജാ. എടാ നിങ്ങളുടെ വർത്താനം പറയാൻ നിൽക്കല്ലേ. എടാ നിങ്ങളുടെ വർത്താനം പറയാൻ നിൽക്കല്ലേ. എടാ നിങ്ങളുടെ വർത്താനം പറയല്ലേ. മര്യാദക്ക് പറഞ്ഞു. നിങ്ങളുടെ ഹോസ്റ്റേജ് ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. നിങ്ങളുടെ ഹോസ്റ്റേജ് ഞങ്ങളുടെ കസ്റ്റഡിയിൽ. അപ്പൊ മര്യാദക്ക് ഡയലോഗ് അടിക്കുക. മര്യാദക്ക് വർത്താനം പറയാം. മര്യാദക്ക് വർത്താനം ഡമ്മയെ മൂന്നാം നിൽക്കുന്നവരുടെ മുന്നില് മിണ്ടാണ്ടിരിക്ക. ഹോസ്റ്റേജ് പറയാ വാപത്തി മിണ്ടാണ്ടിരിക്കേ. നിങ്ങളുടെ ഹോസ്റ്റേജ് ഞങ്ങളുടെ കയ്യിലാണ്. വിളിച്ചോണ്ട് മര്യാദ നിൽക്കുക. നിന്റെ തറവാട്ട് നിന്റെ ഗ്യാങ് ഹൗസിലേക്ക് കേവല ഗ്യാങ് ഹൗസും ഇല്ല. കേവലയുടെ ഗ്യാങ് ഹൗസ് വേണ്ടി 10 നിമിഷം മര്യാദക്ക് നിൽക്കുക. മര്യാദക്ക് നിൽക്കുക. വാപത്ര നിനക്ക് ഹോസ്റ്റേജ് വേണോ? ഹോസ്റ്റേജ് വേണമെങ്കിൽ വാപത്തി മിണ്ടാണ്ടിരിക്കുക. അപ്പൊ നിന്റെ ബാക്കിയോട് മിണ്ടാണ്ടിരിക്കാൻ പറയാം. അല്ല ഇവിടെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് നിന്റെ MRC പറഞ്ഞ ഗ്യാങ് ഹൗസ് അല്ല. ഇവിടെ ഒന്ന് മിണ്ടാണ്ടിരിക്കുക. ഇത് മാക്കിനെടുത്തല്ലോ ബാക്കിയെടുത്ത കാര്യമാണ് പറയുന്നത്. സോറി പറയുന്നത്. അപ്പൊ മര്യാദക്ക് സോറി പറഞ്ഞു കൊണ്ടുപോവാ. ഇവിടെ ഒന്ന് ഓവർ കോണടിക്കേണ്ട ആവശ്യമില്ല. ഡയലോഗ് അടിക്കേണ്ട ആവശ്യമില്ല. മര്യാദക്ക് വർത്താനം പറയാ. അതിന്റെ ബാക്കിയുള്ള മാതിരി പറഞ്ഞേക്ക്. ഇല്ലെങ്കിൽ
മര്യാദക്ക് സോറി അല്ല KVA സോറി എന്നുള്ള മര്യാദക്ക് നോർമൽ ശബ്ദത്തിൽ പറയാം. നോർമൽ ശബ്ദത്തില് ഇതിനപ്പുറം എടാ പോറ നിന്റെ മറ്റേ പത്ത് വായുമ്പോൾ ചോദിച്ചേറാ എടാ പോറന്നൊക്കെ നിന്റെ മറ്റേ ആഴ്ചക്കാഴ്ചക്ക് ലീഡർ പറഞ്ഞേ എടാ ആഴ്ചക്കാഴ്ചക്ക് ലീഡർ എന്റെ പത്ത് വായുമ്പോൾ ചോദിച്ചാൽ മതി. എടാ ആഴ്ചക്കാഴ്ചക്ക് സംസാരിക്കുന്നത് അവിടെ സംസാരിച്ചാൽ മതി. എടാ നിനക്ക് 10 സെക്കൻഡ് കൂടുമ്പോ 10 സെക്കൻഡ് അമ്പി വർത്താനം എടുക്കും. നിന്റെ അമ്പി സ്വഭാവം ഉണ്ടാവും. അമ്പി സൗണ്ട് എടുക്കും ഓരോ നേരത്ത്. അതേപോലെ വർത്താനം പറയാൻ ആവശ്യമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ മര്യാദ സംസാരിക്കാം. മാക്കിനൊരു കാര്യം പറയും. ഇവിടെ അവിടെ വർത്താനം പറഞ്ഞാൽ അതിനപ്പുറം വർത്താനം പറയുമ്പോൾ ആൾക്കാരുണ്ട്. പിന്നെ അവർ മിണ്ടാണ്ടിരിക്കുന്ന പക്ഷേ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് സംസാരിക്കുന്നുണ്ടാ. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അവനോട് സംസാരിക്കാൻ പറ്റുന്നത് അവനോട് മര്യാദക്ക് നോർമൽ സൗണ്ടിൽ സംസാരിക്കാൻ പറയാം. ഇത് നമ്മുടെ മാസം പറയുന്ന സംസാരിക്കാൻ ആവശ്യമില്ല. ഞാൻ ഷൗട്ടിങ് പോലും ഇട്ടിട്ടില്ല. ഞാൻ നോർമലാണ് ഇട്ടേക്കുന്നത്. ഷൗട്ടിങ് ഇട്ടിട്ടില്ല. മനസ്സിലാവുന്നുണ്ട്. ഹോസ്റ്റലിന് തരാൻ സൗകര്യമില്ല. നിന്റെ ഈ സോറിയും പറയാൻ വെച്ചിട്ടേ അവിടെ തിരിച്ചു പറഞ്ഞാൽ മതി. എടാ ഹോസ്റ്റലിന് തരാൻ സൗകര്യമില്ല. എടാ സോറി പറയാൻ പറഞ്ഞ മര്യാദക്ക് പറയാനാ പറഞ്ഞത്. എന്താ അവരാണ് കത്തിച്ച് മതി ഞാൻ